ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി, ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നാം ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ ദൈവം ആദ്യം തന്റെ വിശ്വാസം നൽകി അവനെ വിശ്വാസം നൽകുന്നു. രണ്ടാമതായി ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകി അവനെ നീതീകരിക്കുന്നു. അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം തേജസ്കരിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത്. ഈ തേജസ്കരണം നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസവും ദൈവത്തിന്റെ നീതീകരണവും പ്രാപിച്ച ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് അങ്ങനെയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ആ വചനം, അതിനു മുമ്പ് നമ്മളൊരു വചനം മനസ്സിലാക്കേണ്ടതുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിലൂടെ ദൈവവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ വചനം ഞാനൊന്ന് വായിക്കാം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കി, വിശ്വാസത്തിലൂടെയാണ് ഒരു വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് ദൈവം നൽകുന്നു. അതാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്. അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് ദൈവം നൽകുന്നു. അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിന്റെ അടുത്ത ഘട്ടത്തില് ദൈവം അവനെ നീതീകരിക്കുന്നു. നീതീകരിക്കുന്നത് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ അവന് നൽകിക്കൊണ്ടാണ്. അങ്ങനെ ദൈവം നീതീകരിച്ച ഒരു വ്യക്തിയെ ദൈവം അടുത്ത ഘട്ടത്തിൽ അവനെ തേജസ്കരിക്കുന്നു. ഈ തേജസ്കരിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മുൻ നിയമിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ വചനം ഞാനൊന്ന് വായിക്കാം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആദ്യഘട്ടത്തിൽ ദൈവം ദൈവത്തിന്റെ വിശ്വാസം നൽകി ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വിശ്വാസിയാക്കി തീർക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ അവൻ നൽകി ദൈവം അവനെ നീതീകരിക്കുന്നു. നീതീകരിച്ച വ്യക്തിയെ വീണ്ടും ദൈവം തേജസ്കരിക്കുന്നു. ഈ തേജസ്കരിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദൈവം മുൻ നിയമിച്ചവരെ വിളിച്ച് ദൈവം മുൻ നിയമിച്ചവരെയാണ് ദൈവത്തിന്റെ വിളി സ്വീകരിച്ചവര്. അങ്ങനെ ദൈവം വിളിച്ചവരെ ദൈവം അടുത്ത ഘട്ടത്തില് നീതീകരിക്കുന്നു. നീതീകരിച്ച വ്യക്തിയെ ദൈവം തേജസ്കരിക്കുന്നു. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് അവന് തന്റെ ദൈവത്തിന്റെ വിശ്വാസം നൽകി അവനെ നീതീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഈ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെടുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ദൈവം വിളിച്ച് ദൈവം നീതീകരിച്ചവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ ദൈവവചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ എല്ലാ മക്കളും ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ആദ്യഫലമായി തീരണമെന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ആദ്യഫലമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് ആണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവം തന്റെ കൃഷിയിടത്തിൽ, അല്ലെങ്കിൽ ദൈവം തന്റെ തോട്ടത്തിൽ വിതച്ച ആ വിത്തിൽ നിന്ന് ആദ്യമായിട്ട് ഫലം പുറപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ആദ്യ ഫലമായി തീരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഈ സത്യവചനത്തിൽ നിന്ന് ആദ്യമായി ജനിച്ച് ആദ്യ ഫലമായി തീർന്നത് നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആദ്യജാതനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ ആദ്യത്തെ പുത്രനാണ് യേശു ക്രിസ്തു. അപ്പൊ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ ഈ മാതൃക പിന്തുടർന്ന് ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയിൽ
ആദ്യ ഫലമായി തീരണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഇതാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നാം ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ആദ്യ ഫലമായി തീരണം. അങ്ങനെ ദൈവത്തിന്റെ ആദ്യ ഫലമായി തീരണമെന്ന് ഈ ലോകത്തിൽ മനുഷ്യരെ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ആദ്യ ഫലമായി തീരണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെ ദൈവത്തിന്റെ ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടം നിറവേറ്റുന്നവരായി തീരുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. വീണ്ടും നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം തന്നെ അതിന്റെ 5-ാം അധ്യായം. അപ്പൊ നാം അതിനുമുമ്പ് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ 2 സഭകളുണ്ട്. നാം എല്ലാവരും ചിന്തിക്കുന്നത് നാം എല്ലാവരും ഏതെങ്കിലും ഒരു സഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ നാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് താനായിരിക്കുന്ന ആ സഭയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സഭ എന്നാണ്. ഇങ്ങനെ സഭ മോശമാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ 2 സഭകളുണ്ടെന്നാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഒന്ന് മനുഷ്യന്റെ സഭയും അല്ലെങ്കിൽ മാനുഷിക സഭയും, 2 ദൈവത്തിന്റെ സഭയും. നമ്മള് ആയിരിക്കുന്ന ഈ മാനുഷിക സഭയിൽ നിന്ന് നാം ദൈവത്തിന്റെ സത്യവചനം സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ സഭയിൽ അംഗമായി തീരണമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടത് നാം ഇപ്പോൾ ആയിരിക്കുന്ന സഭയിൽ തുടരണം എന്നല്ല, നാം ഈ സഭയിലൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് അങ്ങനെ ദൈവത്തിന്റെ സഭയിൽ അംഗമായി തീരണമെന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ ആദ്യജാതന്മാരുടെ സഭയുണ്ട്. ആ സഭയാണ് ദൈവത്തിന്റെ സഭ. ആ സഭ മറഞ്ഞിരിക്കുന്ന സഭയാണ്. അപ്പൊ നാം എല്ലാവരും, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, നാം എല്ലാവരും ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ സഭയിൽ അംഗമായി തീരണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നമ്മള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം എപ്പോഴും അസമാധാനത്തിൽ കഴിയുവാൻ ഉള്ള കാരണം, അല്ലെങ്കിൽ മനുഷ്യരെല്ലാം സമാധാനമില്ലാതെ ജീവിക്കുന്നതിന്റെ പ്രധാന കാരണം ബൈബിൾ പഠിപ്പിക്കുന്നത് നാം ദൈവവുമായിട്ട് സമാധാനത്തിലായി തീരാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് ദൈവവുമായിട്ട് സമാധാനത്തിലായി തീരുവാനുള്ള ഏക മാർഗം ബൈബിൾ പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടണം. വിശ്വാസത്തിലൂടെ ക്രിസ്തുവിനെ ലഭിച്ച് നാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി തീരണം. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അവൻ മൂലം നമുക്ക്, യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് യേശുവിലൂടെ ക്രിസ്തുവിനെ ലഭിച്ചു കഴിയുമ്പോൾ നാം ദൈവവുമായിട്ട് സമാധാനത്തിലായി തീർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മള് മുൻ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടമാക്കി കളഞ്ഞു. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ദൈവവുമായിട്ട് ശത്രുതയിലാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ശത്രുത നീക്കുന്നത് ഈ ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ശത്രുത നീക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ യേശുവിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ അവൻ മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അങ്ങനെ യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ച് ക്രിസ്തുവിൽ നാം ദൈവവുമായിട്ട് ഒന്നായി തീരുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ശത്രുത നീങ്ങി നാം ദൈവവുമായിട്ട് സമാധാനത്തിലായി തീർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇനി ദൈവവുമായിട്ട് നമ്മൾ ശത്രുതയിലായി തീരുവാനുള്ള കാരണം എന്താണ്? അതാണ് റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നാം നിൽക്കുന്ന ഈ ദൈവകൃപയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് ആ വിശ്വാസത്തിലൂടെ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനമുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ദൈവത്തിന്റെ ആ വിശ്വാസം സ്വീകരിച്ച്
ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവവുമായിട്ടുള്ള ആ ശത്രുത നീക്കി നമ്മൾ ദൈവവുമായിട്ട് സമാധാനത്തിലായി തീരുന്നു. വീണ്ടും നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ എന്തുകൊണ്ടാണ് മനുഷ്യർ ദൈവവുമായിട്ട് അസമാധാനത്തില് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ സമാധാനത്തിലായി തീരാത്തത്? അത് ദൈവവുമായിട്ട് മനുഷ്യന് ശത്രുതയിലാണെന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ മനസ്സിലാക്കി. ഇങ്ങനെ ദൈവവുമായിട്ട് ശത്രുതയിലായ മനുഷ്യനെ ദൈവവുമായിട്ട് രഞ്ജിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ ക്രിസ്തുവിനെ ലഭിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ട് സമാധാനം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെ ദൈവവുമായിട്ട് ശത്രുതയിലും മനുഷ്യന് ദൈവവുമായിട്ട് സമാധാനവും ഇല്ലാതെ ആയിപ്പോയതിന്റെ കാരണം ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ ദൈവവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കേട് മൂലമാണ് മനുഷ്യൻ ദൈവവുമായിട്ട് ശത്രുതയിലായി തീർന്നത്. അങ്ങനെ ഏക മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ ശത്രുതയിലായി തീർന്ന മനുഷ്യൻ ഈ ഏക നീതീകരണത്തിലൂടെ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ഈ ഏക ലംഘനത്താൽ നമ്മൾ ദൈവവുമായിട്ട് ശത്രുതയിലായി തീർന്നുവെങ്കിൽ ഏക നീതിയാൽ നമ്മൾ ദൈവവുമായിട്ട് രമ്യതയിലായി തീരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഏക നീതി, ഈ ദൈവത്തിന്റെ നീതി ലഭിക്കുമ്പോഴാണ്, നീതി ലഭിക്കുന്നത് നമുക്കറിയാം, നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ് ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ്. ഇവിടെ വചനം വീണ്ടും പഠിപ്പിക്കുന്നത് ഏക നീതിയാൽ ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ദൈവത്തിന്റെ ഈ നീതീകരണം ലഭിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മള് പാപം ചെയ്ത് നമ്മള് ആത്മീയമായി മരിച്ച നമുക്ക് വീണ്ടും ജീവൻ ലഭിക്കുന്നത് ഈ നീതീകരണം നമ്മളിൽ വരുമ്പോഴാണ്. നീതീകരണം വരുന്നത് ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ഈ തേജസ് ലഭിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലൂടെ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇനി നമ്മള് ദൈവത്തിന്റെ ആ ദൈവിക തേജസ് ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഏക നീതീകരണത്തിലൂടെ ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ഏക നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ലഭിച്ച് ആ ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന നീതിയാണ്. ആ നീതിയിലൂടെയാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പൊ 5-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ നമ്മൾ പഠിച്ചു ഏക നീതിയിലൂടെ നമുക്ക് ജീവൻ ലഭിക്കുന്നു. ഇങ്ങനെ ജീവൻ ലഭിക്കുന്ന വ്യക്തിക്ക് ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഏക മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ അനേകർ പാപികളായി തീർന്നു. എന്നാൽ ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിലായി പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ ഈ ദൈവത്തിന്റെ ആ ഒരു പദ്ധതി എന്താണെന്ന് നാം അറിഞ്ഞാൽ മാത്രമേ ദൈവത്തിലൂടെ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ച് നമ്മൾ ജീവനുള്ളവരായി തീരുകയുള്ളൂ. ഈ ജീവനാണ് പിന്നീട് നിത്യജീവനായി തീരുന്നത്. അപ്പൊ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ അത് നമുക്കറിയാം. നമ്മുടെ ആദിപിതാവായ ആദം പാപം ചെയ്തു. അങ്ങനെ ആ പാപം ചെയ്തതിലൂടെ അനേകർ പാപികളായി തീർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ പുത്രനെ സ്വീകരിക്കുന്ന എല്ലാവരെയും ദൈവം നീതിമാന്മാരാക്കി തീർക്കുന്നു. അങ്ങനെ നമ്മൾ മുൻ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ്, എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അങ്ങനെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരെല്ലാവരും ദൈവത്തിന്റെ വിശ്വാസം വഴിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസത്തിലൂടെയാണ് അവൻ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്.
അപ്പൊ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു മാത്രമല്ല, യേശു ഏക മനുഷ്യന്റെ അനുസരണത്താൽ, യേശു ദൈവത്തിന്റെ ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ അനുസരണത്തിൽ ആയിത്തീർന്നു എന്ന് നമുക്കറിയാം. കുരിശുമരണത്തോളം അവൻ അനുസരണയുള്ളവനായിരുന്നു. ആ ഒരു അനുസരണത്തിലൂടെ യേശു ദൈവത്തെ അനുസരിച്ച് യേശുവിനെ ദൈവം ഏൽപ്പിച്ച ആ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ അനേകം മനുഷ്യർക്ക് അത് നീതിക്ക് കാരണമായി തീർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുവിന്റെ ഈ മാതൃക പിന്തുടർന്ന് നാം എല്ലാവരും നീതിമാന്മാരായി തീരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ലോകം ഇവിടെ മനസ്സിലാക്കുന്നത് യേശു ഈ നീതീകരിക്കപ്പെട്ടതോടുകൂടി ലോകത്തിലെ എല്ലാ മനുഷ്യരും നീതീകരിക്കപ്പെട്ടു എന്നാണ്. ആ ഒരു ബോധ്യത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് മനുഷ്യരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ യേശുവിലൂടെ യേശു നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ മുൻ വീഡിയോയിൽ മനസ്സിലാക്കിയതാണ്. ഈ നീതീകരണത്തിന് there is no difference. യേശുവിനെ ദൈവം എങ്ങനെയാണോ നീതീകരിച്ചത് അതുപോലെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഈ ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴ്വഴങ്ങി ജീവിക്കുന്ന എല്ലാവരെയും ദൈവം നീതീകരിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം തന്നെ അതിന്റെ 5-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ മരണം വരുവാനുള്ളൊരു കാരണം മനുഷ്യർ പാപം ചെയ്തതുകൊണ്ടാണ്. പാപം ചെയ്താൽ മരണം വരുമെന്നാണ് വചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പാപത്താൽ മരണം വരുന്നു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് ഈ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ ദൈവം ഏകനീതിയിലൂടെ അല്ലെങ്കിൽ തന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകി ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ടവരെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്നാണ് വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ പാപം ചെയ്ത് പോയ മനുഷ്യന് മരണം സംഭവിച്ചു, അല്ലെങ്കിൽ പാപം ഉള്ളത് കൊണ്ട് മരണം വരുന്നു. ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തു ഈ മരണത്തെ ജയിച്ചു എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാം. യേശു ഈ മരണത്തെ ജയിച്ച് തന്റെ കാൽ കീഴിലാക്കി കളഞ്ഞു. അങ്ങനെ നാം ഓരോരുത്തരും ഈ മരണത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മള് യേശുവിലൂടെ ക്രിസ്തുവിനെ ലഭിച്ച് നാം നീതീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ഈ മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്നു. അങ്ങനെ ദൈവം നമ്മളെ എല്ലാവരെയും നിത്യജീവന് ഉടമകളാക്കി തീർക്കുന്നു എന്നാണ് വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നിത്യജീവൻ നേടണമെങ്കിൽ നാം ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട് ആ ഒരു മാതൃക യേശു നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. നാം ഓരോരുത്തരും ആ മാതൃക പിന്തുടർന്ന് യേശുവിനെ പോലെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് നാം നിത്യജീവൻ ഉടമകളായി തീരണമെന്നാണ് വചനം ഇവിടെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിലൂടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, നമ്മളൊരു കാലത്ത് പാപത്തിന് അടിമകളായിരുന്നു. പാപത്തിന് അടിമകളായി ജീവിച്ച നമ്മെ ദൈവത്തിന്റെ നീതി നമുക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ നീതി ക്രിസ്തുവാണെന്ന് നാം തിരിച്ചറിഞ്ഞു. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നാം ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളെ ദൈവം നീതീകരിച്ച് നിത്യജീവൻ ഉടമകളാക്കി തീർക്കുന്നു. ഈ ഒരു മാതൃകയാണ് യേശു ലോകത്തിന് പകർന്നു നൽകിയത്. എന്നാൽ ഇത് യഥാർത്ഥമായിട്ട് നാം തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഈ യേശുവും ശിഷ്യന്മാരും പഠിപ്പിച്ച ഈ ഉപദേശം ഈ യേശുവിലൂടെ ക്രിസ്തുവിന് ലഭിച്ച് നമുക്ക് നീതീകരിക്കപ്പെട്ട് നിത്യജീവനിൽ പ്രവേശിക്കാമെന്ന ഈ ഒരു വലിയ സത്യം ലോകം തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിയണമെങ്കിൽ യേശുവും ശിഷ്യന്മാരും നമ്മളെ പഠിപ്പിച്ച ആ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മളത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ നീതീകരണം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നീതീകരണം ലഭിച്ചു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നാൽ, അങ്ങനെ ഈ യേശുവും ശിഷ്യന്മാരും പഠിപ്പിച്ച ഈ ദൈവിക വചനങ്ങൾ അല്ലെങ്കിൽ ആ ഉപദേശ രൂപങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നമ്മൾ മുൻ വീഡിയോകൾ മനസ്സിലാക്കിയതാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പൊ ഈ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കുന്നത് ദൈവത്തിന്റെ നീതി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടാണ്. ദൈവത്തിന്റെ നീതി ക്രിസ്തുവിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്, അല്ലെങ്കിൽ തന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകിയാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്നു. അങ്ങനെ ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്ന എല്ലാവരും നിത്യജീവന് ഉടമകളായി തീരുന്നു, അല്ലെങ്കിൽ നിത്യജീവന് അവകാശികളായി തീരുന്നു എന്നാണ് വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് റോമർക്കെഴുതിയ ലേഖനം തന്നെ 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശദീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അപ്പൊ നമ്മള് ഒരു കാലത്ത് ഈ ഉപദേശ രൂപങ്ങളൊന്നും മനസ്സിലാക്കാതെ ജീവിച്ച കാലഘട്ടത്തില് നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം അനീതിക്കും പാപത്തിനും അടിമകളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്ന നമ്മളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നത് നാം ഓരോരുത്തരും നമ്മുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണമെന്നാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന് നമ്മുടെ ശരീരങ്ങളെ നൽകി നാം വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നാം ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ വളരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ഓരോ ദിവസവും വിശുദ്ധിയിൽ വളരുമ്പോൾ നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നാം നിത്യജീവന് ഉടമകളായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് റോമർക്കെഴുതിയ ലേഖനം തന്നെ 6-ാം അധ്യായം 22-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാകുന്നു. അപ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് എങ്ങനെ നിത്യജീവൻ നേടിയെടുക്കാമെന്നാണ്. ഈ 6-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നാം അനുദിനം വിശുദ്ധിയിൽ വളരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ യേശുവും ശിഷ്യന്മാരും എല്ലാം നമ്മളെ പഠിപ്പിച്ച ആ ഉപദേശ രൂപങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ദൈവിക ഉപദേശങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം നീതിമാന്മാരായി തീരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നീതിമാന്മാരായി നമ്മുടെ വിശുദ്ധീകരണം പ്രാപിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണം പൂർത്തീകരിച്ച് നാം നിത്യജീവന ഉടമകളായി തീരണം. അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധീകരണത്തിന്റെ അവസാനം ദൈവം നമുക്ക് നിത്യജീവൻ നൽകുന്നു എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നമ്മൾ അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ അതിന്റെ അവസാനം ദൈവം നമുക്ക് നിത്യജീവൻ നൽകുന്നു എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് നമ്മള് പാപത്തിന്റെ അടിമകളായി ജീവിക്കാതെ ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നീതീകരണം പ്രാപിച്ച് നമ്മൾ അനുദിനം നമ്മുടെ ശരീരങ്ങളെ നമ്മളെ ക്രിസ്തുവിന് സമർപ്പിച്ച് ആ ക്രിസ്തുവിലൂടെ നമ്മൾ അനുദിനം വിശുദ്ധരായി തീർന്ന് അതിന്റെ അവസാനം ദൈവം നമുക്ക് നിത്യജീവൻ നൽകുമെന്നാണ് ദൈവം ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം. അങ്ങനെ ആ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കുവാൻ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ച് അനുദിനം വിശുദ്ധിയുള്ളവരായി അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് അതിന്റെ അവസാനം നമ്മൾക്ക് നിത്യജീവൻ നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ നിത്യജീവൻ നേടുവാൻ തക്കവണ്ണം അനുദിന വിശുദ്ധിയിലേക്കും നീതീകരണത്തിലേക്കും ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.